ആ സുന്ദരമായ ഉറക്കിൽ നിന്ന് ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്നത് പോലെ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ. ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച ആളുകൾ അവരെ ഖബറിൽ സന്തോഷിക്കുകയാണ്. മുൻകർ നക്കീർ അലൈഹിമസ്സലാം വന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്തിട്ട് ആ ചോദ്യങ്ങൾക്ക് മുഴുവനും അവർ ഉത്തരം പറയുകയാണ്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇമാമുക വമൻ ഇഖ്വാനുക. ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ മുൻകർ നക്കീർ അലൈഹിമസ്സലാം ചോദിക്കുമ്പോ ഓരോ ചോദ്യങ്ങൾക്കും ഈമാനോടെ മരിച്ച ആളുകൾ മറുപടി പറയുകയാണ്. അല്ലാഹു റബ്ബി വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വൽ മുസ്ലിമൂന ഇഖ്വാനി എന്ന് തുടങ്ങിയിട്ട് ഈമാനോടെ മരിച്ച ആളുകൾ അങ്ങനെ മറുപടി കൊടുത്താൽ അവസാനം ആ മലായികത്തുകൾ പോകുന്ന സമയത്ത് ആ മയ്യത്തിന്റെ ശരീരത്തിൽ കൊട്ടിയിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറയുമത്രേ നംകനൗമത്തിൽ ഒരു പുതിയ പിള ഉറങ്ങുന്നത് പോലെ പുതുമണവാളന്റെ ഉറക്കം പോലെ സന്തോഷമായി ഉറങ്ങിക്കോളൂ. അല്ലാഹുവേ അങ്ങനെ പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പെടുത്തണേ അല്ലാഹ്. സഹോദരങ്ങളെ, അത് വെറുതെ ലഭിക്കുന്ന സൗഭാഗ്യമല്ല. ഈമാനോടെ ഒരാൾക്ക് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവൻ അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട 6 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈമാനോടെ മരിച്ചെങ്കിലേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ആ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈമാനോടെ മരിക്കണം. ഈമാനോടെ മരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാമത്തത് മനസ്സിലാക്കിക്കോളൂ. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 10 തവണയെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. വളരെ കുറഞ്ഞ സമയങ്ങളെ അതിന് വേണ്ടതുള്ളൂ.